സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുസ്ലിം പരിസരത്ത് നിരവധിയായ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല കാലങ്ങളിൽ പല രീതിയിൽ മുസ്ലിം പക്ഷത്തുണ്ടാകുന്ന വിവാദങ്ങൾ നമുക്കറിയാം. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു ചുഴലിക്കാറ്റുണ്ട്, ചുഴലി വിവാദമുണ്ട്. കേരളത്തിലെ സുന്നികളൊന്നും മുസ്ലിങ്ങളല്ല, അവരെ തുടർന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല. സുന്നികളുടെ നേതൃത്വത്തിലുള്ള മഹല്ല് പള്ളികൾ അമ്പലങ്ങൾക്ക് തുല്യമാണ് എന്ന രീതിയിലുള്ള ഗുരുതരമായ ഒരു പ്രസ്താവനയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചുഴലി അബ്ദുള്ള മൗലവി എന്ന സലഫിസ്റ്റ് നേതാവ്. നമുക്കറിയാം, കേരളത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ കാര്യത്തിൽ മുസ്ലിങ്ങളെ, സുന്നികളെ പലപ്പോഴും മുജാഹിദുകൾ മുശ്രിക്കുകളായി ആരോപിക്കാറുമുണ്ട്. പക്ഷേ ഇത് ഒരല്പം കടന്ന കൈയായിപ്പോയി എന്നാണ് നമ്മൾ എല്ലാവരും വിലയിരുത്തുന്നത്, സമൂഹം മുഴുക്കയും വിലയിരുത്തുന്നത്. ചുഴലി മൗലവിയുടെ വിവാദമായ പ്രസംഗം ആദ്യം ഒന്ന് കേൾക്കാം. അതിനുശേഷം ഈ കാര്യത്തിൽ നമുക്ക് വിശദമായ ചർച്ചകളിലേക്ക് പോകണം. എനിക്കൊപ്പം സിറാജ് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ PKM അബ്ദുറഹ്മാനും മുഹമ്മദ് അലി കിനാലൂരും ചേരും. ആദ്യം ആ പ്രസംഗം ഒന്ന് കേൾക്കാം. മുസ്ലിമിനെയാണ് വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കാം. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പുവറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്. ഓക്കെ, ശ്രീ കിനാലൂർ, ചുഴലി അബ്ദുള്ള മൗലവി നടത്തിയിരിക്കുന്ന പ്രസ്താവന, അത് ഒറ്റ നോട്ടത്തിൽ തന്നെ, ഒറ്റ കേൾവിയിൽ തന്നെ നമുക്ക് അറിയാം അതിഗുരുതര സ്വഭാവമുള്ള ഒന്നാണ്. ഇത് എന്ത് രീതിയിലായിരിക്കും അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ടാവുക? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് ഈ സലഫിസം അല്ലെങ്കിൽ ഇസ്ലാഹി മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ സ്വഭാവമെന്ന് പൊതുവിലൊന്ന് പറഞ്ഞു നോക്കാം. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടായ പ്രസ്ഥാനത്തെയാണ് നമ്മൾ വഹാബി മൂവ്മെൻറ്റ്, വഹാബി പ്രസ്ഥാനമെന്നും വഹാബിസം എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഇബ്നു അബ്ദുൽ വഹാബാണ് അതിൻ്റെ തുടക്കക്കാരൻ. കേരളത്തിൽ അത് 1920കളാവുന്ന സമയത്താണ് കടന്നു വരുന്നത്. ഈ പ്രസ്ഥാനം കേരളത്തിൽ പക്ഷേ വഹാബിസം എന്ന രീതിയിലല്ല അവതരിപ്പിക്കപ്പെട്ടത്. മുജാഹിദുകൾ, സലഫികൾ, ഇസ്ലാഹി മൂവ്മെൻറ്റ് എന്നൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന് കേരളത്തിൽ പേര് നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞാൽ, കേരളത്തിലെ മുജാഹിദുകൾ വഹാബിസം എന്ന് കേൾക്കുന്നത് വലിയ താല്പര്യമുള്ള ആളുകളല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ വഹാബികൾ ഞങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങളിലെ പുരോഗമന ആശയക്കാർ, ഞങ്ങളാണ് നവോത്ഥാനം കൊണ്ടുവന്നതെന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. പക്ഷേ ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലുണ്ടായ വഹാബി മൂവ്മെൻറ്റിലേക്ക് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ അതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ നവോത്ഥാനവും പുരോഗമനവും ഒക്കെ എത്ര പൊള്ളയാണ് എന്ന്. എന്തിനാണ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിലുള്ള മൂവ്മെൻറ്റ് രൂപപ്പെട്ടതും അതെങ്ങനെയാണ് ശക്തി ആർജിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം, അവർ പ്രധാന ശത്രുക്കളായി കണ്ടത് മുസ്ലിങ്ങളിലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി ആദർശവും ആശയവും പിന്തുടരുന്ന ആളുകളെയാണ്. അല്ലാതെ മറ്റൊരു മതത്തിനെതിരെ എന്ന പിൽക്കാലത്ത് ചില തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ സലഫിസത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉത്ഭവം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കകത്ത് തന്നെയുള്ള ബഹുഭൂരിപക്ഷത്തെ മതത്തിൽ നിന്ന് പുറത്താക്കിയും അവരുടെ ആശയം സ്വീകരിക്കാത്ത ആളുകളെ ക്രൂരമായി ഹത്യ നടത്തിയുമാണ്. ഇസ്ലാമിനകത്ത് തന്നെ ഒരു ചിത്രത ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ചിത്രത ഉണ്ടാക്കുക മാത്രമല്ല, മുസ്ലിങ്ങളിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി ആശയം പിന്തുടരുന്ന ആളുകളെ വഹാബിവൽക്കരിക്കാൻ അറേബ്യയിൽ ശ്രമം നടത്തുന്നുണ്ട്. അത് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ, കൂട്ടക്കൊലകൾ പോലും നടക്കുന്നുണ്ട്. ഹുസൈൻ ഹിൽമിയെ പോലുള്ള ചരിത്രകാരന്മാർ വളരെ ആഴത്തിൽ തന്നെ ഇത് പഠിച്ചിട്ടുണ്ട്. ഈ തായിഫിലേക്കുള്ള വഹാബിസത്തിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഹുസൈൻ ഹിൽമി പറയുന്നൊരു കാര്യമുണ്ട്. അവിടെയുള്ള മുസ്ലിങ്ങളെ നിരത്തി നിർത്തി, അതിൻ്റെയൊക്കെ വിശാലമായൊരു ചരിത്രമുണ്ട്, നിരത്തി നിർത്തി കൂട്ടക്കൊല നടത്തിയിട്ട് എന്നിട്ടും മരിഷം തീരാതെ, ഈ സുന്നി മുസ്ലിങ്ങളെ കൊന്നു തള്ളിയിട്ട് മരിഷം തീരാതെ ആ മയ്യത്തുകൾക്ക് മേൽ കുതിരയ്ക്ക് വേണ്ടി ലായം ഉണ്ടാക്കി, അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് എടുപ്പുകൾ ഉണ്ടാക്കി ആ വളർത്തുമൃഗങ്ങളെ കൊണ്ട് അതിന്മേൽ ചവിട്ടിപ്പിച്ചു എന്നാണ്.
ചില ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ കഴിയും വഹാബിസത്തിൻ്റെ തേരോട്ടത്തിനിടയിൽ മുട്ടോളം രക്തത്തിൽ കാൽമുട്ടോളം രക്തം അത്രയും തളം കെട്ടിയുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പലയിടങ്ങളിലും വ്യാപകമായ കൊള്ളകൾ ഉണ്ടാകുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, മക്കയിലും മദീനയിലും അടക്കം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗത്തെ പോലും വിലയിരുത്തേണ്ടത്. ഇതൊരു പുതിയ വാദവും പോലെയല്ല. പക്ഷേ അത് ഉന്നയിച്ചൊരു പ്രശ്നം നോക്കൂ, കേരളത്തിലെ മുസ്ലിങ്ങൾ സുന്നികളല്ല എന്നതാണ് അദ്ദേഹം, ക്ഷമിക്കണം, സുന്നികൾ മുസ്ലിങ്ങളല്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. 2 സുന്നി പള്ളികൾ ക്ഷേത്രങ്ങൾക്ക് തുല്യമാണ് എന്ന്, അവിടെയുള്ള ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നത് ഒരു സ്വാമിയുടെ ക്ഷേത്രത്തിലെ സ്വാമിയെ പിന്തുടരുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. മഹല്ല് പള്ളികളിൽ കയറരുത് എന്ന് പറയുന്നു. ഈ മഹല്ല് പള്ളികളുടെ ഒരു പ്രാധാന്യം അത് സുന്നി പള്ളികളായിരിക്കും. കാരണം കേരളത്തിലെ മുസ്ലിങ്ങളുടെ വേരുകൾ അന്വേഷിച്ച് പോയാൽ തീർച്ചയായും അത് സുന്നികളിലാണ് ചെന്നെത്തുന്നുണ്ടാവുക. സുന്നി പള്ളികളാണ് പലയിടത്തും. പിന്നെ ഇപ്പോൾ വഹാബികളുടേതായി കരുതപ്പെടുന്ന പല പ്രധാന പള്ളികളും സുന്നികളാണുള്ളത്. അങ്ങനെയുള്ള പള്ളികളിലൊന്നും കയറി നിസ്കരിക്കരുത് എന്ന് ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. അതിനുവേണ്ടി ക്ഷേത്രവുമായിട്ട് സമീകരിക്കുകയാണ്. കേരളത്തിൽ ഒരു ബഹുമത സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത തന്നെ ഈ വൈവിധ്യമാണ്. വ്യത്യസ്തങ്ങളായ മതങ്ങൾ പിന്തുടരുന്ന ആളുകളുണ്ട്, അവർക്ക് വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതിനെ പരസ്പരം മാനിച്ചുകൊണ്ടാണ് എല്ലാ സമുദായങ്ങളും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില അപശബ്ദങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് പരസ്പരം മാനിക്കുക എന്നൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തോട് നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സംസാരം നടത്തുന്ന സമയത്ത് സത്യത്തിൽ സുന്നികളെ ലാക്കാക്കിയാണ് ആ സംസാരം എങ്കിൽ പോലും അത് ആ ക്ഷേത്രങ്ങളെപ്പോലും അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശമായി പോയി എന്ന് പറയാതെ വയ്യ. അങ്ങനെ ഒരു ഒരു വിമർശനം ഉന്നയിക്കാൻ ഇത്തരം സമീകരണങ്ങൾ ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ മുസ്ലിങ്ങളുടെ നവോത്ഥാനം കൊണ്ടുവന്നത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്, അവരുടെ പിന്തുടർച്ചക്കാരാണ് എന്നാണ്. അവരുടെ പിന്തുടർച്ചക്കാരാണ് എങ്കിൽ അവർ ഈ ഇപ്പോൾ ചൗഴി മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ അവരുടെ പുസ്തകങ്ങളിലുള്ളതാണ് എന്നൊരു യാഥാർത്ഥ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം മുസ്ലിങ്ങൾക്കകത്ത് പുതിയൊരു വിഭാഗീയത രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ വഹാബി മൂവ്മെൻ്റ് ഏറെക്കുറെ നശിച്ച് നാറാണക്കല്ല് പിടിക്കുക എന്ന് പറയും. പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. എന്തായിരുന്നു ആദ്യകാല വഹാബിസത്തിൻ്റെ ഒരു വളർച്ചാ വേഗത്തിന് കാരണമായി തീർന്നു വെച്ചാൽ ഒന്ന് സാമ്പത്തിക പിൻബലമായിരുന്നു, പിന്നെ സാംസ്കാരികവും പ്രസിദ്ധീകരണപരവുമായ പിൻബലമായിരുന്നു. ഇത് രണ്ടും പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഇജ്തിഹാദ് നടത്തി സ്വതന്ത്ര ഗവേഷണം നടത്തി അങ്ങനെ ചമയുകയും അവർക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്പേ ഒറ്റപ്പെട്ടു പോയ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഒരു ശബ്ദമുയരുകയാണ്. സുന്നികളെ തന്നെ മുസ്ലിം സമുദായത്തിന് പുറത്താക്കിയെങ്കിൽ മാത്രമേ ഇത് ഫലവത്താകൂ എന്ന രീതിയിൽ അവർ ചർച്ച ചെയ്യുന്നു എന്നാണ് ഈ പ്രസംഗത്തിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, PKM, ഇപ്പം ഇതിനകത്ത് കിനാലൂര് പറഞ്ഞപ്പോൾ തന്നെ കിനാലൂര് പറയുകയുണ്ടായി, ഇത് കേരളത്തിലെ സലഫിസത്തിനകത്ത് പുതുതായിട്ട് വന്ന ഒരു വാദമല്ല. നേരത്തെ തന്നെ നമുക്കറിയാം സുന്നികളെല്ലാം മുശ്രിക്കുകളാണ് അല്ലെങ്കിൽ അവിശ്വാസികളാണ് എന്നാണല്ലോ മുശ്രിക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം. ബഹുദൈവ ആരാധകർ എന്ന അർത്ഥത്തിലാണല്ലോ പ്രയോഗിക്കുന്നത്. ഇത് നേരത്തെ തന്നെ മുജാഹിദ് വിഭാഗം സുന്നികൾക്കെതിരെ ആരോപിക്കുന്ന ഒരു ആരോപണമാണ്. എന്താണ് ചുഴലിയുടെ പ്രസംഗം ഇതിനെ വ്യത്യസ്തമായി ഇതിൽ നിന്ന് കൂടുതലായിട്ട് ചുഴലിയുടെ പ്രസംഗത്തിൽ എന്താണുള്ളത്? ഇവിടെ ഈ വിഷയം പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ അത് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലും ആശയ സങ്കീർണതയിലും ആക്കിയിട്ടുണ്ട്. ഇത് ഒരു നിലക്ക് പറയാറുണ്ടല്ലോ, ഉമ്മ സത്യം പറഞ്ഞാൽ ഉമ്മയെ ബാപ്പ തല്ലും, അല്ലെങ്കിൽ ബാപ്പ പട്ടിയിറച്ചിരുന്നു. അതാണ് അവസ്ഥ. അതെ അതെ അതെ, അതാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. ഇത് ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ കൂടുതൽ പ്രതിരോധത്തിലാവും. ഒന്നത് അവർ പ്രതിരോധത്തിലാവും. മാത്രമല്ല കുറേ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും. ഈ ഇതുവരെയുള്ള നിസ്കാരങ്ങൾ സുന്നികളായ ഇമാം മഹല്ല് പള്ളികളിൽ അവർ നിസ്കരിച്ച നിസ്കാരങ്ങൾ, ഇമാമിൻ്റെ തുടർന്നുള്ള നിസ്കാരങ്ങൾ, അയാൾ ഈ ഇതര മതസ്ഥനായ ഒരാളാണ് പോലെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതാണല്ലോ അവർ പറയുന്നത്. അതേപോലെ അവർ സുന്നിയായ ആളുകളിൽ നിന്ന് അവരുടെ ബാപ്പമാർ മുജാഹിദിൻ്റെ പല മൗലവിമാരുടെ പിതാക്കന്മാരും സുന്നികളായിരുന്നല്ലോ.
അപ്പോൾ അവരിൽ നിന്ന് അനന്തര സ്വത്ത് മുസ്ലിമായ ഒരാൾ അമുസ്ലിം അനന്തര കിട്ടുക. തിരിച്ചും മക്കൾ മുജാഹിദ് ഉണ്ടെങ്കിൽ അനന്തരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെ ശരിയാകും? അതേപോലെ സുന്നികളായ ആളുകൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ അറവുശാലകളുടെയൊക്കെ ഒരു പശ്ചാത്തലം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ സുന്നികൾ അറുത്ത ഭക്ഷണം, അറുത്ത ഭക്ഷ്യവിഭവങ്ങൾ ഇവരെങ്ങനെ കഴിക്കും? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. സ്വന്തം അണികളുടെ ഇടയിൽ പോലും ആ മറുപടി ചോദിക്കണം. അത് തിരിച്ചാണെങ്കിലോ അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ പറഞ്ഞ കാര്യങ്ങളിൽ അധികമായിട്ട് പ്രത്യേകിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഇത്രകാലം പറഞ്ഞതിനെ ഒന്ന് കോൺക്രീറ്റ് ഇടുകയാണ്. അതെ, മാത്രമല്ല കുറച്ചുകൂടി തുറന്ന് പറയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രതിസന്ധി അവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഇവർ രക്ഷപ്പെടാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പല ആളുകളും ശ്രമിക്കുന്നത് പിന്നെ ചുവേലി അബ്ദുള്ള മൗലവി അതിപ്രസംഗം നടത്തുന്ന ആളാണ്, അദ്ദേഹം ഞങ്ങളുടെ ആളല്ല, അദ്ദേഹം പിന്നെ അതല്ല. നമ്മൾ ഈ ഞാണിമേൽ കളി, ഇത് അദ്ദേഹത്തെ തള്ളി, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ അല്ല. ഈ ചുവേലി അബ്ദുള്ള മൗലവി പറഞ്ഞ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്താണ്? ഈ ചുവേലി അബ്ദുള്ള മൗലവിയെ കുറിച്ചുള്ള കാര്യമല്ല ആ പറഞ്ഞ സുന്നികൾ പിന്നെ ഈ മഹല്ല് പള്ളികൾ ക്ഷേത്രങ്ങൾക്ക് സമാനമാണോ? കുത്തുബിയത്ത് നടക്കുന്ന മഹല്ല് പള്ളികൾ ക്ഷേത്രങ്ങൾക്ക് സമാനമാണോ? പിന്നെ കുത്തുബിയത്ത് നടത്തുന്ന പള്ളിയിലെ ഇമാമിനെ തുടരുന്നത് പിന്നെ അവിശ്വാസിയായ പുരോഹിതനെ തുടരുന്നതിന് സമാനമാണോ? അതിൽ എന്താണ് നിലപാട് എന്നാണ് മുജാഹിദുകൾ വ്യക്തമാക്കേണ്ടതെന്നാണ്. കിനാലൂർ, ഈ കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പിന്നെ PKM പറഞ്ഞതുപോലെ വലിയൊരു ഊരാക്കുടുക്കിലാണുള്ളത്. അവർക്ക് ഇത് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ്. എന്തായിരിക്കും ഇക്കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എടുക്കാൻ പോകുന്ന നിലപാട്? അതിലെ KNMന്റെ നേതാവ് ഹനീഫ് കായക്കുടിയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. വളരെ രസകരമാണ് വിശദീകരണം. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ആരെങ്കിലും മുശ്രിക്കോ കാഫിറോ ആക്കുക എന്നത് ഞങ്ങളുടെ രീതിയല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലുടനീളം നമ്മൾ വായിക്കുന്നത് ചുഴലി അബ്ദുള്ള മൗലവിയെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ്. അതിൽ ചെറിയൊരു സ്ഖലിതം വന്നു പോയി എന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര ലാഘവത്തോടു കൂടിയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ നമ്മൾക്കൊരു 75-80% സുന്നികളുണ്ടാവും. വിവിധ ഗ്രൂപ്പുകൾ 2-3 പിന്നെ സംഘടനാ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ഇത്രയും വരുന്ന സുന്നികളെ മുഴുവൻ മുശ്രിക്കുകളാക്കി, ബഹുദൈവ ആരാധകരാക്കി, അതെ ഈ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ച് അവരുടെ പള്ളിയിൽ കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ സ്ഖലിതം സംഭവിച്ചു എന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ നേതാവ് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ നിലപാട്. പക്ഷേ മുജാഹിദുകൾ ഈ ഹനീഫ് കായക്കൂടി പറഞ്ഞതുപോലെയാണോ സുന്നികളെ മുശ്രിക്കുകളാക്കിയെന്ന് ഞങ്ങളുടെ രീതിയല്ല എന്നതാണോ ഇവരുടെ ചരിത്രത്തിൽ കാണുന്നത്? അങ്ങനെയല്ല. 2016 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പാഠപുസ്തകം വന്നു. കിതാബ് തൗഹീദിന്റെ ഒരു വിശദീകരണം എന്ന രീതിയിൽ ഒരു പാഠപുസ്തകം വരികയും എസ്എസ്എഫ് അതിനെതിരെ സമരം നടത്തുകയും പുസ്തകം പിൻവലിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പിന്നെ ഖബറിനടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ സമ്പത്തും രക്തവും ഒക്കെ മുസ്ലിങ്ങൾക്ക് അനുവദനീയമാണ്. ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഒരാള് ഒരു ജാറത്തിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തിയാൽ അയാളെ കൊന്നു കളഞ്ഞിട്ട് അയാളുടെ സ്വത്ത് കൈയടക്കുന്നതിന് പ്രശ്നമല്ല എന്നാണ് ആ പറയുന്നതിൻ്റെ നേരർത്ഥം. ഇത് കാലങ്ങളായി വഹാബിസം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ തന്നെ ആശയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പിൽക്കാലത്ത് വിശദീകരിച്ച് എഴുതിയിടത്തൊക്കെ ഇത് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു സ്ഖലിതം സംഭവിച്ചു പോയതൊന്നുമല്ല. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ നിലപാടാണ് ഇതെന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുന്നതുമല്ല ആ ചുഴലിയുടെ പ്രഭാഷണം എന്ന് പറയുന്നത്. അത് കാലങ്ങളായി മുജാഹിദുകൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം കുറച്ചുകൂടി ഉച്ചത്തിൽ ചുഴലി അബ്ദുൽ മൗലവി പറയാൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ മുജാഹിദുകൾ മറച്ചു വെക്കുന്നതെന്നുകൂടി അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുജാഹിദുകൾ വ്യാജമായി അവകാശപ്പെടുന്ന ചില നവോത്ഥാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയൊക്കെ ചില അവരെ അടുത്തണിയുന്ന മേലങ്കിയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ ഇത് പരസ്യമായിട്ട് പറയാൻ തയ്യാറാകാതിരുന്നത്. ഇനി ഒന്നുകൂടി രസകരമായൊരു കാര്യം ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായൊരു നേതാവുണ്ടായിരുന്നു, ഷംസുദ്ദീൻ പാലത്ത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരു സാംസ്കാരിക മുഖം എന്നൊക്കെ പറയാവുന്ന, അവർക്ക് വേണ്ടി എഴുതുന്ന, അവർക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അമുസ്ലിങ്ങളായ ആളുകളോട് ചിരിക്കരുത്, അന്യമതസ്ഥരോട് വെറുപ്പോടെ പെരുമാറണം എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാവുകയും അത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് പരമത വിദ്വേഷവും മതത്തിനകത്ത് തന്നെയുള്ള തങ്ങളുടെ നിലപാടിനോട് യോജിക്കാത്ത ആളുകളോടുള്ള വിയോജിപ്പല്ല, കടുത്ത വിദ്വേഷപരമായ നിലപാടും മുജാഹിദുകളുടെ ജനിതകത്തിൽ തന്നെ ഉള്ളതാണ്. അത് മറച്ചു വെക്കാൻ എത്രയേറെ ശ്രമിച്ചാലും നീലക്കുറുക്കൻ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും കുറച്ചു കാലം. പക്ഷെ ഒരു മഴ പെയ്താൽ ഇതൊക്കെ ചാടുമല്ലോ. ആ മഴയത്ത് ചുഴലി അബ്ദുള്ള മൗലവി പുറത്ത് ചാടിയിരിക്കുന്നു എന്നേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂ. PKM, ഇതിനകത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിശ്വാസിയാണ്, അയാൾ മുശ്രിക്കാണ്, അയാൾ ബഹുദൈവ വിശ്വാസിയാണ് എന്ന് അധിക്ഷേപിക്കുന്നതിനേക്കാൾ വലിയൊരു അധിക്ഷേപം വേറെയില്ല. കാരണം വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഏക ഇലാഹിൽ വിശ്വസിക്കുക എന്നതാണ്. നീ ഏക ഇലാഹിൽ വിശ്വസിക്കുന്ന ആളല്ല, നീ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ അത് അത്രയും ഗൗരവമുള്ള ഒരു അധിക്ഷേപമാണ്. ആ നിലക്ക് ചുഴലി നടത്തിയിരിക്കുന്ന അധിക്ഷേപത്തെ ഒരു വിശ്വാസി എന്ന നിലക്ക് ഇത്തരം അധിക്ഷേപങ്ങളെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? അത് കിനാലൂർ പറഞ്ഞല്ലോ, ഈ ജനിത സ്വഭാവം എന്നുള്ളത് അതാണ് അതിൻ്റെ സത്യത്തിൽ. സലഫിസം എന്നോ അല്ലെങ്കിൽ വഹാബിസം എന്നോ മുജാഹിദ് പ്രസ്ഥാനം എന്നോ ഇസ്ലാഹി പ്രസ്ഥാനം എന്നോ പല പേരുകളിൽ ഓമന പേരുകളിലും അറിയപ്പെടുന്ന ഈ സംഘടന, ഈ പ്രസ്ഥാനത്തിൻ്റെ ജനിതക സ്വഭാവമാണത്. അതിനെ നമ്മൾക്ക് എങ്ങനെയും നേർപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു വാദം ഉയർന്നു വരുന്നുണ്ട് കേരളത്തിൽ. ഈ വാദം, ചുഴലിയുടെ ഈ വാദം വന്നത് ഗൾഫ് സലഫിസത്തിൻ്റെ സ്വാധീനം ആണ് ഇങ്ങനൊരു വാദം വരാൻ കാരണം എന്നുള്ള. ശരിക്കും അത് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിലൊന്ന് കയറി പറയാണ്, ഗൾഫ് സലഫിസോ ഇപ്പോൾ ഇതിനെയൊക്കെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന വഹാബി ആശയങ്ങൾ പിന്തുടർന്ന് വന്നിരുന്ന മതപോലീസ് വിഭാഗത്തെ പോലും പിരിച്ചുവിട്ടിട്ട് അവർ വഹാബിസത്തെ അല്ലെങ്കിൽ സലഫി ആശയങ്ങളെ പതിയെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അക്കാലത്താണ് വിദേശ അറബ് സലഫിസത്തിന്റെ സ്വാധീനമാണ് ഇത് എന്ന് പറയുന്നത് എന്നുകൂടി നമ്മൾ തീർച്ചയായും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സലഫി പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ അതിൻ്റെ സ്ഥാപിക്കപ്പെട്ട സമയത്ത് തന്നെ മുസ്ലിങ്ങളായ ആളുകളെ കാഫറാക്കിയിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് അവരുടെ രക്തവും ധനവും നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് ആണ് രക്തം ചിന്തിയ ചരിത്രം ഇവിടെ പറഞ്ഞല്ലോ, കിനാലൂർ പറഞ്ഞു. അതാണിത്. അതുകൊണ്ട് ഗൾഫ് ഈ അടുത്ത കാലത്ത് വന്നല്ല. ഇനിയിപ്പോൾ കേരളത്തിലെ കഥ തന്നെ നോക്കുക. കേരളത്തിൽ കെ ഉമർ മൗലവിയാണല്ലോ നമ്മുടെ EK ഹസൻ മുസ്ലിയാർ, വലിയ സുന്നി പണ്ഡിതനായിരുന്ന EK ഹസൻ മുസ്ലിയാർ. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്നു. ആ പ്രസന്നമായ അല്ലെങ്കിൽ വളരെ ഗംഭീരമായ മുഖം ഒക്കെ ശോഷിച്ചുകൊണ്ട് ക്ഷീണിതനായി നിൽക്കുന്ന, മരണാസന്നനായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ഘട്ടത്തിൽ ഈ കെ ഉമർ മൗലവി ചെയ്യുന്നത് ഒരു കത്ത് എഴുതുകയാണ്, ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആവണം എന്ന് പറഞ്ഞിട്ട്. ഈ കത്ത് എഴുതുന്നെന്ന് മാത്രമല്ല, കത്ത് എഴുതിയിട്ട് വീട്ടുകാർ ഇത് കാണിക്കില്ലേ എന്ന് പേടിച്ചിട്ട് ഒരു ദൂതനെ നേരിട്ട് കൊണ്ടു കൊടുക്കുകയല്ല, എടുത്തിട്ട് മുസ്ലിയാർക്ക് ഈ വായിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയാം. അപ്പം നേരിട്ട് വന്നിട്ട് വായിച്ച് കേൾപ്പിച്ചു എന്നാണ്. മാത്രമല്ല, വായിച്ച് കേൾപ്പിക്കുന്നു എന്നുള്ളതല്ല, ഇത്തരം ഒരു കാര്യം ഒരാൾ ചെയ്തു പോയത് വിളിച്ചു പറയൂല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ലജ്ജാകരമായ ഈ കാര്യം വലിയ അഭിമാനപൂർവ്വം എടുത്തിട്ടുണ്ട്. ഇത് ഇവരുടെ സ്വഭാവമാണ്. അതുപോലെ ഈ കേരളത്തിലെ അൽമനാറിലൊക്കെ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ഖബറുകളിലേക്ക് നേർച്ച നേരുന്നവരെ മുശ്രിക്കാണെന്നും അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ആശയം മുജാഹിദ് സുന്നികൾ ശിർക്ക് ചെയ്യുന്നു, ഈ കേരളത്തിലെ പരമ്പരാഗത സുന്നികളുടെ ആചാരങ്ങൾ പലതും ശിർക്കാണ് എന്നുള്ള ആശയം പുതുതായി വന്ന ശംസുദ്ദീൻ പാലത്തിൻ്റെതോ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയുടേതോ അല്ലെങ്കിൽ MM അക്ബറിൻ്റെതോ അല്ല, അവരുടേത് മാത്രമല്ല. അതെ KM മൗലവിയുടെയും വക്കം മൗലവിയുടെയും കെ ഉമർ മൗലവിയുടെയും KM സീതി സാഹിബ് എന്ന് പറയുന്ന ആളുടെയും തുടങ്ങിയുള്ള ഈ അടുത്ത് മരിച്ചുപോയ ഈ AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ആളുകളുടെ
ഒരേ ആശയം തന്നെയാണ്. അതിനപ്പുറമല്ല ആ ശ്രേണിയിലേക്ക് അത് ഒന്ന് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് നവ സെലഫിസം എന്നോ പിന്നെ ഗൾഫ് സെലഫിസം എന്ന് പറയുന്ന സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇവരുടെ വക്കമൗലവിയുടെ കാലത്ത് എന്ത് ഗൾഫ് സെലഫിസം എന്ത് ഗൾഫ് കുടിയേറ്റുണ്ടായിട്ടുണ്ട്? അതൊന്നും അല്ലത് എന്നാണ് ഈ വിഷയത്തിൽ. കിനാലൂർ, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്താണ് ഈ വിവാദം വലിയ തോതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം പണ്ട് PDA കോലായിലൊക്കെ ആയിരുന്നു ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മളുടെ വാളുകളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നിടത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ സുന്നികൾ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും ഈ വിവാദത്തെ നോക്കിക്കാണുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന ഒരു സാമൂഹിക പ്രത്യാഘാതം കൂടിയുണ്ട്. കാരണം മുസ്ലിം സമൂഹത്തിനിടയിൽ പരസ്പരം പഴിചാരുകയും പരസ്പരം ശിർക്ക് പരസ്പരം എതിർക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെട്ടു വരികയാണല്ലോ. ഇതിൻ്റെ ഒരു സാമൂഹികമായ ആഘാതം എന്തായിരിക്കും? ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ സലഫി പ്രസ്ഥാനം അല്ലെങ്കിൽ മുജാഹിദുകളുടെ സംഘടനകൾ സമൂഹത്തിൽ ഒറ്റപ്പെടലിനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭീതി കൂടി ഇതിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം കേരളത്തിലെ പല പ്രശ്നങ്ങളും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നു കേന്ദ്ര സർക്കാർ. അതിനെതിരെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ രൂപീകരിച്ച് ഒരുമിച്ച് മുന്നേറാം എന്ന ധാരണയിൽ മുസ്ലിം ലീഗിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ ഇടക്കാലത്ത് നടന്നിട്ടുണ്ട്, മുൻകാലങ്ങളിലും അത് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിലും മുസ്ലിം സംഘടനകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഇത്തരം കൂട്ടായ്മകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുകയും ചെയ്തേക്കാം. അതിലൊക്കെ ഒരുമിച്ചിരിക്കാൻ വരുന്നവരാണ് ഈ മുജാഹിദുകൾ. അവിടെ സുന്നികളുണ്ട്, സുന്നി പണ്ഡിതന്മാരോടൊപ്പം അവർ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുകയും അതേ സമയത്ത് ഇപ്പുറത്ത് വന്നിട്ട് നിങ്ങളൊക്കെ മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തണം. ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവരോട് വിരോധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ മുസ്ലിങ്ങളാണ്, സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് അംഗീകരിക്കണം. ഈ വിവാദത്തിനൊക്കെ വളരെ പഴക്കമുണ്ട് കേട്ടോ. മുൻകാലങ്ങളിൽ ഒരു ഐക്യവേദിയിലേക്ക് സുന്നികളെ ക്ഷണിച്ച സമയത്ത്, സമസ്തയെ തന്നെ ക്ഷണിച്ച സമയത്ത് അന്ന് സുന്നി പക്ഷത്ത് നിന്ന് നൽകിയ മറുപടി, ആദ്യം നിങ്ങൾ ഞങ്ങളെ മുസ്ലിങ്ങളായി അംഗീകരിക്കൂ, എന്നിട്ട് നമുക്ക് ഈ ഐക്യവേദിയെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് അന്ന് സമസ്തയുടെ ഭാഗത്ത് നിന്ന് അന്ന് അതിൻ്റെ സാരഥികൾ നൽകിയിട്ടുള്ള മറുപടി. ഇനി ഒന്നുകൂടി പറയാം. ഇപ്പോൾ ചൊയ്ലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം അടിച്ചു കൊല്ലാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. അത്രയും ആശ്വാസം. കാരണം അത്ര വികലമായ ആശയങ്ങൾ വഹാബിസം പേരുന്നുണ്ട്. ഞാൻ കേരളത്തിൽ തന്നെ ഒരു സലഫി പണ്ഡിതനെ ഉദ്ധരിക്കാം. അദ്ദേഹം മരണപ്പെട്ടു പോയി, സക്കരിയ സലാഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സക്കരിയ സലാഹി ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് കേരളത്തിലെ KNM-ന് സൗദി അറേബ്യയുടെ അധികാരം കിട്ടിയാൽ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഈ മദീനയിലെ പച്ചക്കുബ്ബ ഇടിച്ച് തകർക്കും എന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം ഈ ചുമതലയേൽക്കുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് അന്ന് അത് നടക്കാത്തത് കൊണ്ടായിരിക്കും രണ്ടാം ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടാവുക. ഈ രണ്ടാം ദിവസം ഞങ്ങൾ ഇത് തകർക്കുന്നതാണ് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള സലഫികൾക്ക് വിവരമില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സൗദി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സലഫി ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കേരളത്തിലെ മുജാഹിദുകൾ തന്നെ വരണം, എന്നാലേ ആ പച്ചക്കുത്തുബ്ബ മദീനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുടെ മുകളിലുള്ള, അതെ, ഗൾഫ് സലഫിസത്തിൻ്റെയും മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രശ്നം മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനത് വേറെ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. ഈ ജുഹൈമാൻ ഇബ്നു സൈഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. ജുഹൈമാൻ ഇബ്നു സൈഫുദ്ദീൻ ഒരു സംഘടന, അൽ ജമാഅത്തു സൽഫിയ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നു. ആ സംഘടനയുടെ നേതൃത്വത്തിൽ വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഒരു കയ്യേറ്റം നടത്താൻ ഈ സംഘടന ശ്രമിക്കുന്നുണ്ട്. 1979 നവംബർ 20-നാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹിജ്റ വർഷം 1400 ആരംഭിക്കുന്നു. മുഹറം 1 ഹജ്ജ് കഴിഞ്ഞ സമയമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. അവർ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാൻ വന്ന സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയുടെ വാതിലൊക്കെ കൊട്ടിയടച്ചു. എന്നിട്ട് ഈ വാതിലുകളിലും അതേപോലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ ജുഹൈമാൻ ഇബ്നു സൈഫുദ്ദീൻ്റെ സംഘാംഗങ്ങൾ അണിനിരക്കുന്നു. എന്നിട്ട് പിന്നെ അകത്തുള്ള ആളുകളെ പുറത്തു വിടാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ആ ഒരു നീണ്ട ചരിത്രമാണ്. ആ സമയത്ത് ജുഹൈമാൻ ഇബ്നു സൈഫുദ്ദീൻ്റെ അൽ ജമാഅത്തു സലഫിയയ്ക്ക് വേണ്ടി ആ വേദിയിൽ സംസാരിക്കുന്ന ഒരാളുണ്ട്. പള്ളിയുടെ മെഹ്റാബിൽ നിന്നിട്ട് മൈക്കെടുത്തിട്ട്
എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഖാലിദ് അലിയാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്ന് നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, നിലനിൽക്കുന്ന സൗദിയിലെ ഭരണകൂടത്തിന് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഭരണം നടത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന് മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ആളുകളാണ് എന്ന് പറയുന്നു. ഈ ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നു മുതൽ ഇവിടുത്തെ ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു. അത് 21 ദിവസം നീണ്ടു നിന്ന ഒരു അട്ടിമറി ശ്രമമാണ്. അതിനെ സൗദി ഭരണകൂടം പരാജയപ്പെടുത്തുന്നു. ജുഹൈമാൻ ഉൾപ്പെടെ 60 അല്ലെങ്കിൽ 64 ആളുകൾ ജീവനോടെ പിടികൂടുന്നു. ബാക്കിയുള്ള ആളുകളെ കൊല്ലേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സലഫിസത്തിന് തീവ്രത അല്ല എന്ന് ഈ സക്കരിയ സുലാഹി പറഞ്ഞതിൻ്റെ ഒരു പഴയ രൂപം അറേബ്യയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ തീവ്രമായ ആശയങ്ങൾ തന്നെയാണ് അടിസ്ഥാനപരമായി സലഫിസം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ചുഴലി അബ്ദുള്ള മൗലവി വ്യക്തമായി പറയുന്നു. അതിനെ തള്ളാൻ കഴിയാത്ത വിധത്തിൽ വഹാബിസം കെണിയിൽ അകപ്പെട്ടു നിൽക്കുന്നു. ഈ കെണിയുടെ കാര്യത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഈ നമ്മളെ ഈ സൗഹൃദ വേദികളെ പറ്റിയില്ലേ, സൗഹൃദ വേദിയിൽ ഇവർ കൂടിയിരുന്ന് സംസാരിക്കാൻ മാത്രമല്ല, ഒരുമിച്ച് യോഗം ചേരുക മാത്രമല്ല, അവർ നമ്മൾ കോഴിക്കോട്ട് ഒരു UDF സംഘടിപ്പിച്ചിരുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ളൊരു മഹാറാലി ഉണ്ടായിരുന്നല്ലോ കടപ്പുറത്ത്. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ആദരണീയനെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് അവിടെ മഗ്രിബ് നിസ്കരിച്ചത്. ആ പടം അന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിരുന്നു. ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞിട്ട്. അതിൽ മുജാഹിദ് നേതാക്കന്മാരുണ്ട്, ആദരണീയനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ എല്ലാ ആളുകളും ഉണ്ട്. അതാണ് അങ്ങനത്തെ ഒരു പ്രതിസന്ധി മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് എ പി അബ്ദുൽ ഖാദർ മൗലവിയോട്, പരേതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് എന്താണ്? ഈ നമ്മൾ ശിർക്കാണെന്ന് പറയുന്നു, അതേസമയം മുശ്രിക്കുകളോട് പെരുമാറുന്നത് പോലെ, മുശ്രിക്കുകളോടുള്ള സമീപനം പോലെ അവർ സമീപനം കാണിക്കുന്നില്ല എന്നുള്ള പ്രശ്നം അവരുടെ ഇടയിൽ നേരത്തെ തന്നെ ചർച്ച ഉണ്ട്. അപ്പം എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ അവരെ എങ്ങനെയാണ് മുസ്ലിം പിന്നെ ഈ മുസ്ലിങ്ങളോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നു, മുസ്ലിങ്ങളുടെ വിഷയത്തിൽ നമ്മൾ മാസപ്പിറവി അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നെ സൗഹൃദവേദി ഉണ്ടാക്കുന്നു, അതെങ്ങനെയാണ് ശരിയാവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറയുന്നത്, നമ്മളെ 2 തരം മുശ്രിക്കുകളുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒന്ന്, ശിർക്ക് ചെയ്യുന്നു എന്ന് സ്വയം അംഗീകരിക്കുന്ന ആളുകളെ, ബോധ വിശ്വാസികളാണെന്ന് അവർ പറയുന്നുണ്ട്. ഒന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, പക്ഷെ അവർ ചെയ്യുന്ന ആളുകൾ എന്ന് അവർ അംഗീകരിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് അദ്ദേഹം സുന്നികളെ ഉൾപ്പെടുത്തുന്നത്. ശിർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ മുസ്ലിം. അപ്പം മുസ്ലിങ്ങളാണ് എന്ന് വാദിക്കുന്ന ആളുകളെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നതാണ് നമ്മുടെ ഒരു ശൈലി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഖുർആൻ്റെ ആയത്തുകൾ തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന ഏതൊരാളെയും മുസ്ലിമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ സമീപനം എല്ലാ മുസ്ലിം ആണെന്ന് വാദിക്കുന്ന എല്ലാവരോടും വേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാദിയാനി വിഭാഗം ഉണ്ടല്ലോ, അല്ല ഷിയാക്കള് പിന്നെ മുസ്ലിങ്ങളായിട്ട് സാമാന്യമായി പറഞ്ഞു പോകുന്നുണ്ടാവും അല്ലേ, മുസ്ലിങ്ങൾ എന്ന് പറയാം. ഇല്ലാന്ന് വെക്കാം. കാദിയാനികളെ കുറിച്ച് ഈ വാദം മുജാഹിദുകൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആ വാദം ഈ മുസ്ലിങ്ങളാണെന്ന് കാദിയാനികൾ വാദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ കാദിയാനികളായിട്ട് അല്ല അവർ മുസ്ലിങ്ങളായിട്ട് നമ്മൾ മുജാഹിദുകൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. ഇല്ലെന്ന് മാത്രമല്ല, ഇത്തരം സൗഹൃദ വേദികളിലോ ഒരു പരിപാടികളിലും അവരെ പിന്നെ പങ്കെടുക്കാറുമില്ല, പിന്നെ പങ്കെടുപ്പിക്കാറുമില്ല. അവർ ഈ സുന്നികളോട് സമീപിക്കുന്നത് പോലെ, സുന്നികളോട് സലാം പറയുന്നത് പോലെ, അല്ലെങ്കിൽ സുന്നികളെ അർത്ഥത് ഭക്ഷിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ സുന്നികളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നത് പോലെയോ, സുന്നികളുടെ പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്നത് പോലെയോ മുജാഹിദുകൾ കാദിയാനികളുടെ സമീപിക്കാറുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യം കൂടി, ഇപ്പം മുജാഹിദ് വിഭാഗങ്ങൾക്ക് 8ലധികം ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിസം, അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് മുന്നോട്ട് വരാൻ ഇത്തരം പഴയ വിവാദങ്ങൾ പൊടി തട്ടിയെടുക്കുക എന്നൊന്നുണ്ടോ? അല്ലെങ്കിൽ ഗ്രൂപ്പിസത്തിന്റെ ഒരു സ്വാധീനം ഇത്തരം വിവാദങ്ങൾ പിന്നെ പ്രസംഗകർ മുന്നോട്ട് വെക്കുന്നതിന് പിന്നിലുണ്ട് എന്ന് കരുതാൻ? ഈ ഗ്രൂപ്പിസം എന്ന് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം പിന്നെ ഇപ്പോൾ ഇത്ര ഗ്രൂപ്പാണ് എന്ന് പറയാൻ അതിന് കഴിയില്ല. അത് കാരണം ആദ്യം അത് KNM ഔദ്യോഗിക KNM-ഉം പിന്നെ മടവൂർ വിഭാഗം ഔദ്യോഗിക മർക്കസ് ദേവിയായിട്ട് 2ആയിട്ട് വളർന്നു. പിന്നെ അത് അതിൻ്റെ ഔദ്യോഗിക വിഭാഗത്തിൽ തന്നെ വേറൊരു യുവ വിഭാഗം ഉള്ളിലൂടെ അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അത് പിന്നെ
അത് പിന്നെ വിസ്ഡം എന്ന് പിൽക്കാലത്ത് ജിന്ന് വിഭാഗം എന്ന് മറുപക്ഷം പിന്നെ എതിരാളികൾ വിളിക്കുന്ന ആ വിഭാഗമായി രൂപപ്പെട്ടു. അപ്പോഴേക്ക് പിന്നെ മർക്കസ് ദേവ പഴയ മടൂർ വിഭാഗം ഇവരുമായിട്ട് യോജിച്ചു, കേന്നമുമായിട്ട് യോജിച്ചു. കേനം എന്ന് പറയുന്ന ലയനം നടന്നു. പിന്നെ ഐക്യപ്പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സാധനം വന്നു. പക്ഷേ ഈ ഔദ്യോഗിക വിഭാഗം എന്ന് ഞാൻ പറയുന്നത് CD ടവർ എന്നാണ് മറുവിഭാഗങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തുന്നത്. അപ്പോഴേക്കും ഈ പിന്നെ മർക്കസ് പിന്നെ ഈ വിസ്ഡത്തിൽ നിന്ന് വേറൊരു വിഭാഗം, നേരത്തെ പറഞ്ഞ സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിൽ വേറൊരു വിഭാഗം ഉണ്ടായി. പിന്നെ അതിൽ നിന്ന് കുറേ ഉൾപ്പിരിവുകളുണ്ട്. ഈ വിഭാഗങ്ങളിലെല്ലാം പിന്നെ അവാന്തര വിഭാഗങ്ങളുണ്ട്. ഈ കേരളമിൽ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ഇവർക്ക് നമ്മൾ ഇജ്തിഹാദിൻ്റെ സ്വതന്ത്ര ഗവേഷണത്തിന് നമുക്കൊക്കെ എല്ലാവർക്കും പിന്നെ അനുവാദം കൊടുക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. സ്വതന്ത്ര ഗവേഷണത്തിന് മതത്തിലുള്ള യാതൊരു മാനദണ്ഡമില്ല. സ്പേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഈ പിന്നെ മതപരമായിട്ടുള്ള യോഗ്യതകൾ വേണമെന്നില്ല. ഈ മതത്തിൽ ഗവേഷണം ചെയ്യണമെങ്കിൽ ഖുർആനെ കുറിച്ച് ഇത്രത്തോളം ആഴത്തിൽ പഠനം വേണം, ഇത്ര ഹദീസുകളെ കുറിച്ചുള്ള ആഴത്തിൽ പഠനം വേണം. അല്ലെങ്കിൽ ഹദീസുകളും പിന്നെ ചരിത്രത്തിലും അത്രയുള്ള അവഗാഹങ്ങളെക്കുറിച്ച് പാണ്ഡിത്യത്തിനൊന്നും യാതൊരു മാനില്ലാതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ മറ്റൊരാൾ അംഗീകരിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ ചിതറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുറത്തു നിന്നുള്ള ഒരാൾക്ക് പോലും നോക്കിക്കാണാൻ കഴിയില്ല. അതങ്ങനെ എന്തൊക്കെ വഴികളാണ് പുറത്തോട്ട് ഇപ്പോൾ ഇതിനുള്ളിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. ഈ ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പാണ്. അതെ ഓരോന്നും പുറത്തു വരുമ്പോൾ മാത്രമേ കഴിയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി ചേർക്കാം. ഈ കേരളത്തിലെ സലഫി ഗ്രൂപ്പുകൾ പറയുമ്പോൾ അനേകം ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി മത്സരം നടക്കുന്നത് KNM ഗ്രൂപ്പുമായി, അഥവാ CD ടവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പും ഇപ്പുറത്ത് വിസ്ഡം ഗ്രൂപ്പാണ്. ഈ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹുസൈൻ സലഫി, മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുന്ന ഒരു ഗ്രൂപ്പാണ്. അത് അങ്ങേയറ്റം തീവ്രമായ സുന്നി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഗ്രൂപ്പാണ്. അവിടെ മുജാഹിദ് മൗലവിയുടെ ബാലുശ്ശേരിയുടെയൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുക. സുന്നി മദ്രസയിൽ പോകുന്ന കുട്ടികളെ കഴുത്തിരിച്ച് കൊന്നു കളയണമെന്നൊക്കെ വരെ അത്ര വരെ ഭ്രാന്തമായ ചിന്തകൾ പങ്കുവെക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സുന്നി വിരുദ്ധതയിൽ അവരാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത് എന്ന് മുജാഹിദുകൾക്കിടയിൽ വരുത്തി തീർത്തിട്ട് സംഘടനക്കകത്ത് സ്വാധീനം ചെലുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പുറത്ത് സലഫിസത്തിൻ്റെ കഴിയിൽ എന്ന് പറഞ്ഞാൽ KNM മുജാഹിദുകളുടെ കയ്യിൽ കാര്യമായ ആയുധങ്ങളോ വടിയോ ഒന്നുമില്ല. അപ്പോൾ അതിന് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൊയ്ലി അബ്ദുള്ള മൗലവി ഇപ്പോൾ പ്രസംഗിച്ചത് എന്ന് കരുതിയാൽ പോലും തെറ്റു പറയേണ്ടതില്ല. അപ്പുറത്തൊരു മുജാഹിദ് ബാലുശ്ശേരി ഉണ്ട്, ഇപ്പുറത്തൊരു മുജാഹിദ് ബാലുശ്ശേരിയുടെ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നു. അത് നികത്താൻ, ആ കുറവ് നികത്താൻ ചൊയ്ലി അബ്ദുള്ള മൗലവി രംഗത്ത് വരും എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ ചൊയ്ലി അബ്ദുള്ള മൗലവി പിന്നെ KNMൻ്റെ ആളാണ്. ഇപ്പോൾ KNMൻ്റെ വക്താവായിട്ടാണ് അദ്ദേഹത്തിന്, KNM ആണ് അദ്ദേഹത്തിന് വേദികൾ കൊണ്ടിരിക്കുന്നത്. KNM എന്ന് പറഞ്ഞാൽ CD ടവർ എന്ന് പറയുന്നത് KNM എല്ലാവരും ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഇപ്പം ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം മുസ്ലിങ്ങളിലെ ഏകദേശം 75-80% വരുന്ന ആളുകൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. നമുക്കറിയാലോ, ഇപ്പം ISISലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്ന സമയത്ത് നോക്കിയാലും, ഏത് ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നതിൻ്റെ ചരിത്രം നോക്കിയാലും സലഫിസത്തിൽ നിന്നാണ് അങ്ങോട്ട് കൂടുതലായിട്ട് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് സലഫിസം ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്, തീവ്രവാദത്തിൻ്റെ ഫാക്ടറിയാണ് എന്ന നിലയിലേക്ക് അതിന് ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയാണോ ഇത്തരം പ്രസ്താവനകൾ? അല്ല, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സലഫിസം എന്താണ് എന്നും അതിൻ്റെ ജനിതക സ്വഭാവം എന്താണ് എന്നും വിശദീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ച തന്നെയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. നേരത്തെ MN കാരശ്ശേരിയെ പോലുള്ള ചില ആളുകളൊക്കെ ഉന്നയിച്ചിരുന്നു, ആ മുജാഹിദ് അല്ല ഈ മുജാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ നമ്മളത് വിമർശനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാരശ്ശേരി മാഷിൻ്റെ പേര് ഉദ്ധരിക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ പറയുന്ന ആ സലഫിസത്തിൻ്റെയും ഈ സലഫിസത്തിൻ്റെയും നേതാവ് ആരാണ്?
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്, അതിൻ്റെ താത്വികാചാര്യന്മാരൊക്കെ ഒരേ ആചാര്യന്മാരാണ്, അവർ പിന്തുടരുന്ന ഗ്രന്ഥം കിതാബ് തൗഹീദാണ്, അല്ലെങ്കിൽ സമാനമായ ഗ്രന്ഥങ്ങളാണ് ഇവരെല്ലാവരും പിന്തുടരുന്നത്. അതുകൊണ്ട് ആ മുജാഹിദ് ഈ മുജാഹിദ് എന്ന് വേർതിരിക്കുന്നതിൽ കാര്യമല്ല. എല്ലാ മുജാഹിദുകളും തത്വത്തിൽ ഒരു നേതാവിനെയും അവരുടെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളെയും അവലംബിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ പലപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറിയെന്ന് അത് നമ്മുടെ ആരോപണമല്ല, പല അന്വേഷണ സംഘങ്ങളും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ സ്ഥിരീകരിക്കുന്ന തെളിവുകളടക്കം പിൽക്കാലത്ത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രഭാഷണങ്ങൾ ഇക്കാലത്ത് സമൂഹത്തെ എത്രമേൽ വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിടുമെന്ന് വിവേകത്തോടു കൂടി ആലോചിക്കുന്നവരില്ലാതാകുന്നു എന്നതുകൂടിയാണ് ഈ പ്രഭാഷണത്തെ തുടർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിക്കേണ്ട അതിപ്രധാനമായ വിമർശനങ്ങളിലൊന്ന് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു പ്രതിസന്ധി കാലത്ത് വിഷയദാരിദ്ര്യം രൂക്ഷമാകുമ്പോഴാണ് ചുഴലി മൗലവിമാരെ പോലെയുള്ള ആളുകൾ ഇത്തരം ജൽപ്പനങ്ങളുമായി പുറത്തോട്ട് വരുന്നത്. നമുക്കൊരു കാര്യം ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സലഫികളുടെ ഇന്ന് ഉണ്ടായ ഒരു നിലപാടല്ല. കാലാകാലങ്ങളായി സലഫിസം എന്ന് രൂപപ്പെട്ടു വന്നോ അന്ന് മുതൽ അവർ എടുത്തു പോരുന്ന ഉപയോഗിച്ചു വരുന്ന ഒരു നിലപാട് തന്നെയാണ് ചുഴലി മൗലവി ആവർത്തിച്ച് ഉറപ്പിച്ച് അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജൽപ്പനങ്ങളെ പൊതുസമൂഹം കരുതിയിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത്തരം വിവാദങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ പ്രസ്ഥാനം, ഈ മുജാഹിദ് സലഫിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദപരമായ പ്രവർത്തനങ്ങളുണ്ട്. തീവ്രവാദപരമായ പ്രവർത്തനങ്ങളിലേക്ക് സലഫി ആശയങ്ങളിൽ നിന്ന് വലിയ തോതിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ മറച്ചു വെക്കാനുള്ള മറയായി പോലും ഇത്തരം വിവാദങ്ങളെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് കാണേണ്ടി വരും. അതിനെതിരെ പൊതുസമൂഹം ജാഗരൂകരായിരിക്കുക. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അത് വഹാബിസമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ സമയമായിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. വളരെ നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.